കോടതി മുറിയിൽ വെച്ചാണ് ഞാൻ അവളെ അവസാനമായി കണ്ടത്. മുഖത്തെ പ്രസന്നത മുഴുവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. എന്നെ കണ്ടിട്ടും എന്നിലേക്ക് മിഴിയറിയാതെ അലക്ഷ്യമായി കാണാത്ത ഭാവം നടിക്കുകയാണവൾ. എന്തായിരിക്കും അവളിപ്പോൾ ചിന്തിക്കുന്നത്? പോയ കാലത്തെ മധുരമൂർന്ന ഓർമ്മകളാവോ? ഏയ്, ആയിരിക്കില്ല. ചിലപ്പോൾ വരാൻ പോകുന്ന സുഖങ്ങളെക്കുറിച്ചുള്ള ചിന്തയിലായിരിക്കും. നിനക്ക് ആരുടെ കൂടെ പോകണം? ന്യായാധിപന്റെ ആദ്യ ചോദ്യമുയർന്നു. കോടതി മുറി ആകെ ഒരു നിമിഷത്തേക്ക് നിശബ്ദത. ഒടുവിൽ വെറും മാസങ്ങൾ മാത്രം പരിചയമുള്ള കാമുകന്റെ നേർക്ക് അവൾ വിരൽ ചൂണ്ടുമ്പോൾ തോൽവിയുടെ ഭാരം പേറി ഞാനണിഞ്ഞ താലിമാല അവരുടെ കഴുത്തിലപ്പോഴും തിളങ്ങുന്നുണ്ടായിരുന്നു. തല താഴ്ത്തി ഞാനും. അപ്പോൾ നിങ്ങളുടെ കുട്ടി? ന്യായാധിപന്റെ അടുത്ത ചോദ്യം. നീണ്ട ഒരു മൗനമായിരുന്നു അവളിൽ. എനിക്കറിയാം, വരാനിരിക്കുന്ന അവരുടെ മധുവിധുവിൽ എൻ്റെ മോൻ അവൾക്ക് തീർത്തും അരോചകമായിരിക്കുമെന്ന്. അയാളുടെ ഇഷ്ടം വളരെ നേർത്ത ഒരു ശബ്ദത്തോടെ അവൾ മറുപടി പറഞ്ഞു. അത് കേട്ടതും മാറ്റുപുറഞ്ഞൊരു പരിഹാസച്ചിരി എൻ്റെ ചുണ്ടിൽ നിറഞ്ഞിരുന്നു. അയാൾ. മനസ്സ് വീണ്ടും വീണ്ടും ആ വാക്ക് മന്ത്രിച്ചുകൊണ്ടിരുന്നു. അവരുടെ ആ വാക്കിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലാവും അവളിൽ നിന്നുമുള്ള എൻ്റെ ദൂരെ എത്രയാണെന്ന്. മാതൃസ്നേഹം അവസാനിക്കാൻ പോകുകയാണെന്നറിയാതെ അപ്പോഴും എൻ്റെ 1.5 വയസ്സുകാരൻ ഇടവിട്ട് വന്ന 2 പല്ലും കാട്ടി അവളെ നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു. കോടതി ചോദ്യഭാവേനെ എന്നെ നോക്കി. നിങ്ങൾക്കെന്താ പറയാനുള്ളത്? ഞാൻ എൻ്റെ മകനെ ഒന്നുകൂടെ ചേർത്ത് പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, ഏതൊരു മാതാവും സ്വന്തം മകൻ നന്മയുള്ളവനായി വളരാനാണ് ആഗ്രഹിക്കുക. അതുകൊണ്ടാവും അവൾക്കിവനെ കൂടെ കൊണ്ടുപോകാൻ സാധിക്കാത്തത്. എൻ്റെ മോൻ നന്മയുള്ളവനായി വളരണം. അതിന് അവൻ എൻ്റെ കൂടെ തന്നെ വേണം. ഇത്രയും പറഞ്ഞ് ഞാൻ തിരിഞ്ഞു നടന്നു. അതായിരുന്നു അവളുമായുള്ള അവസാന കൂടിക്കാഴ്ച. നീണ്ട 25 വർഷത്തിന് ശേഷം ദൈവം പിന്നെയും എന്തിനായിരിക്കാം ഈ മുംബൈ തെരുവിൽ ഒരു വഴിക്കച്ചവടക്കാരിയായി അവളെ എൻ്റെ കൺമുന്നിൽ കൊണ്ടെത്തിച്ചത്? അവളെന്നെ കണ്ടു കാണുമോ? അല്ലെങ്കിൽ എന്നെ തിരിച്ചറിയാൻ അവൾക്ക് കഴിഞ്ഞില്ലേ? മനസ്സിൽ ഒന്നിനു പിറകെ ഒന്നായി സംശയങ്ങൾ ഉദിച്ചു വന്നു. ലക്ഷ്മി. തീർത്തും അപ്രതീക്ഷിതമായ എൻ്റെ വിളിയിൽ അവൾ ഒന്നും ഞെട്ടി. ശേഷം ഇമ വെട്ടാതെ എന്നെ നോക്കി. അല്പനേരത്തെ ചിന്തയ്ക്കൊടുവിൽ കുഴിഞ്ഞ കണ്ണിൽ നിന്നും കണ്ണുനീർ ധാരയായി ഒഴുകി. നിർവികാരമായിരുന്നു എന്നിൽ. കണ്ണീരടങ്ങിയപ്പോൾ അവൾ പറഞ്ഞു തുടങ്ങി അവളുടെ കഥകൾ. കൊണ്ടുപോയവന് അവളിലെ സുഖം മടുത്തപ്പോൾ അയാൾ മറ്റൊരാളെ തേടിയിറങ്ങി. അവിടുന്ന് അങ്ങോട്ട് വഴിമുട്ടിപ്പോയ ജീവിതത്തെ ഉന്തി നീക്കാൻ അവൾ അനുഭവിച്ച യാതനകൾ. പല നാട്, പല ജോലി, ബിഷപ്പിന് ഭാഷയും ദേശവും ഒന്നും പ്രശ്നമില്ലെന്ന് അവൾ അറിഞ്ഞ നാളുകൾ. എല്ലാം കേട്ടിരിക്കേണ്ട ഒരു കേൾവിക്കാരൻ മാത്രമായിരുന്നു ഞാൻ. ഓരോ വാക്കുകൾക്കൊപ്പവും മാപ്പെന്ന് അവൾ 1000 തവണ പറഞ്ഞു കാണും. ശ്രീയേട്ടാ, ചോദിക്കാൻ അർഹതയില്ലെന്നറിയാം, എന്നാലും ചോദിക്കുക. നമ്മുടെ മോൻ. പറഞ്ഞു മുഴുപ്പിക്കും മുന്നേ അവൾ ഏങ്ങിക്കരഞ്ഞു. അവൻ സുഖമായിരിക്കുന്നു ലക്ഷ്മി. ഇപ്പോൾ പ്രൈവറ്റ് സ്കൂളിൽ അധ്യാപകനാണ്. അവനിടയ്ക്കൊക്കെ മരിച്ചുപോയ അവൻ്റെ അമ്മയെക്കുറിച്ച് ചോദിക്കും. ചിലപ്പോഴൊക്കെ ഒറ്റയ്ക്കിരുന്ന് കരയും. അത് കേട്ടതും അവളുടെ ഞെട്ടൽ എനിക്ക് കാണാമായിരുന്നു. ജീവിച്ചിരിക്കെ സ്വന്തം മകൻ്റെ മനസ്സിൽ മരിക്കുന്നൊരമ്മയുടെ ആദ്യയുടെ ഞെട്ടൽ. അവനോട് ഞാൻ അങ്ങനെയാ ലക്ഷ്മി പറഞ്ഞത്. എൻ്റെ ഉള്ളിൽ നീ എന്നോ മരിച്ചതാണല്ലോ. അവന് വേണ്ടി ഒരമ്മയെ കണ്ടെത്താൻ ഒരുപാട് ചിന്തിച്ചതാ, പക്ഷെ കഴിഞ്ഞില്ല. അല്ലേലും പെറ്റമ്മയോളം വരില്ലല്ലോ ഒരു രണ്ടാനമ്മയും. ഇനി ഒരിക്കലും നിന്നെ കണ്ടുമുട്ടരുത് എന്നായിരുന്നു എൻ്റെ പ്രാർത്ഥന. പക്ഷെ ദൈവം എല്ലായിടത്തും എന്നെ തോൽപ്പിക്കുകയാണ്. ഈ നഗരത്തോട് ഞാനിന്ന് വിട പറയും. നാളെ അവൻ്റെ പിറന്നാളാണ്. അതിനു മുന്നേ വീടണയണം. ഇനി ഒരിക്കലും നിന്നെ കാണാൻ ഇടവരാതിരിക്കട്ടെ. ഇത്രയും പറഞ്ഞ് ഞാൻ തിരിഞ്ഞു നടന്നു. ശ്രീയേട്ടാ, ഇത് അവന് നൽകുമോ പിറന്നാൾ സമ്മാനമായിട്ട്? മുറുക്കി പിടിച്ച കരം അവൾ എനിക്ക് നേരെ നീട്ടി. പതിയെ വിരലകത്തിയപ്പോൾ ഞാൻ കണ്ടു 25 വർഷങ്ങൾക്ക് മുന്നേ ഞാൻ അവളുടെ കഴുത്തിൽ ചാർത്തിയ താലി. ആശ്ചര്യമായിരുന്നു എന്നിൽ. എൻ്റെ കണ്ണുകൾ വിടർന്നു. ഇതുവരെ കളഞ്ഞിരുന്നില്ലേ ഇത്? അവൾ വശ്യമായി ഒന്ന് ചിരിച്ചു. ശേഷം ഇല്ലെന്ന് തലയാട്ടി. നീണ്ട ഒരു മൗനമായിരുന്നു. പിന്നെ എന്ത് പറയണമെന്നറിയാതെ അവൾ ഞാൻ മുഖാമുഖം നോക്കി നിന്നു. ലക്ഷ്മി, തെറ്റ് ചെയ്യാത്ത മനുഷ്യർ ഈ ലോകത്തുണ്ടാവില്ല. പക്ഷെ അത് തിരിച്ചറിയുന്നതും തിരുത്തുന്നതും ചുരുക്കം ചിലർ മാത്രമാണ്. അവരാണ് യഥാർത്ഥ മനുഷ്യർ. അന്ന് ഹൃദയം കയറി മുറിച്ചിട്ടാണ് നീ എന്നെ ഉപേക്ഷിച്ചു പോയത്. അത് തെറ്റായിപ്പോയെന്ന് നീ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ആ തെറ്റിനെ പൊറുക്കാൻ എനിക്കാവും. ഒരിക്കലൂടെ നമ്മുടെ മോനെ സാക്ഷി നിർത്തി
ഈ താലി ഞാൻ നിന്റെ കഴുത്തിൽ ചാർത്തിക്കോട്ടെ. അതിൻ്റെ പവിത്രത മനസ്സിലാക്കി ഒരിക്കൽ കൂടി നിനക്കിതിൻ്റെ അവകാശിയായിക്കൂടെ? പുതിയൊരു ജീവിതം മോഹിച്ചോ ദാമ്പത്യം കൊതിച്ചോ ഒന്നുമല്ല. ഈ നഗരത്തിൽ നിന്നെ തനിച്ചാക്കി പോകാൻ മനസ്സനുവദിക്കാഞ്ഞിട്ടാണ്. ഇനി നിനക്ക് തീരുമാനിക്കാം. പറഞ്ഞു തീർന്നതും ഒരു പൊട്ടിക്കരച്ചിലോടെ മാപ്പെന്ന് പറഞ്ഞ് അവൾ എൻ്റെ നെഞ്ചിലേക്ക് വീണു. അപ്പോഴും അവളുടെ കയ്യിൽ ഞാൻ അന്ന് കിട്ടിയ താലി തിളങ്ങുന്നുണ്ടായിരുന്നു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.